പിണറായി വിജയനെ വിമാനത്തിൽ വെച്ച് വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ വ്യോമയാന നിയമത്തിലെ വകുപ്പുകൾ ഒഴിവാക്കി പോലീസ്. വലിയതുറ പോലീസ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വധശ്രമം, ഗൂഢാലോചന കുറ്റങ്ങൾ നിലനിർത്തി. കേന്ദ്ര എതിർപ്പ് അവഗണിച്ച് സംസ്ഥാനം ചുമത്തിയ വകുപ്പാണ് 4 വർഷത്തിനു ശേഷം ഒഴിവാക്കിയത്. ഫർസിൻ മജീദ്, നവീൻ, സുദീപ് ജെയിംസ്, കെ ശബരിനാഥൻ എന്നിവരാണ് കേസിലെ പ്രതികൾ. ഹരിമോഹനാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. ഹരി, ഗുരുതര വകുപ്പ് അത് ഒഴിവാക്കിയിരിക്കുന്നു. കേന്ദ്രം എതിർത്തിട്ടും ഇടത് സർക്കാർ കൂട്ടിച്ചേർത്ത വകുപ്പാണ്. അതെ വിനിത, ഇടത് സർക്കാർ കൂട്ടിച്ചേർത്ത വകുപ്പാണ് എന്നുള്ളത് മാത്രമല്ല, ഇതിൽ 3 വർഷം പിന്നിടുന്ന സമയത്ത് കോടതി റിപ്പോർട്ട് പരിഗണിക്കുമ്പോൾ, കോടതി കേസ് പരിഗണിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാത്തത് എന്നുള്ള ചോദ്യം ഉന്നയിച്ചിരുന്നു. ആ സമയത്ത് പോലീസിന്റെ ഒരു വിശദീകരണം വന്നത് ഈ വ്യോമയാന നിയമത്തിലെ വകുപ്പ് അതുകൂടി ചുമത്തേണ്ടതുണ്ട്, അതിന് കേന്ദ്ര അനുമതി വേണം. കേന്ദ്ര സർക്കാർ അനുമതി നൽകിയാൽ മാത്രമേ ഈ വ്യോമയാന നിയമത്തിലെ വകുപ്പ് ചുമത്താൻ കഴിയുകയുള്ളൂ. അതെല്ലാ കേസുകൾക്കും ചുമത്തുന്നതല്ല. അതായത് വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ മറ്റ് യാത്രക്കാർക്ക് അപകടകരമായ സാഹചര്യം ഉണ്ടാക്കുന്ന നിലയിൽ യാത്ര ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ വകുപ്പ് ചുമത്താറുള്ളൂ. അപ്പോൾ കേന്ദ്രത്തിന്റെ അനുമതി തേടിയപ്പോൾ കേന്ദ്രം അനുമതി കൊടുത്തില്ല എന്നുള്ളതാണ് കോടതിയിൽ ഒന്നിലധികം തവണ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മറുപടി. പക്ഷേ കോടതി റിപ്പോർട്ട് സമർപ്പിക്കാൻ, അതായത് വ്യോമയാന വകുപ്പ് ഒഴിവാക്കിക്കൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനോ അല്ലെങ്കിൽ അത് ഉൾപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിക്കാനോ പോലീസ് ആ ഘട്ടത്തിൽ തയ്യാറായില്ല. കാരണം കേന്ദ്ര അനുമതിയായിരുന്നു പ്രശ്നം. അപ്പോൾ കേന്ദ്രം പോലും അനുമതി നിഷേധിച്ചിട്ടും ആ റിപ്പോർട്ട് സമർപ്പിക്കാതെ ഈ വകുപ്പ് ചുമത്താൻ വേണ്ടിയുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കുകയായിരുന്നു അന്ന് LDF സർക്കാരിന്റെ കാലത്തെ ആഭ്യന്തര വകുപ്പ്. പക്ഷേ ഇപ്പോൾ ഭരണമാറ്റം ഉണ്ടായതോടുകൂടി ആ വകുപ്പ് പൂർണ്ണമായിട്ടും ഒഴിവാക്കി, ആ വകുപ്പ് ചുമത്താൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഒഴിവാക്കി. ഒടുവിൽ അന്തിമ റിപ്പോർട്ട് ഇപ്പോൾ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വലിയതുറ പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ വധശ്രമവും ഗൂഢാലോചനയും അടക്കമുള്ള മറ്റു കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കുറ്റങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് 4 പ്രതികൾക്കെതിരെയുണ്ട്. അതായത് ഫർസിൻ മജീദിനും സുദീപിനും നവീനും ശബരിനാഥനും അടക്കം ഈ 4 വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. പക്ഷേ ഈ വ്യോമയാന നിയമത്തിലെ വകുപ്പ് അത് അങ്ങ് എടുത്തു മാറ്റി. അതായത് ഏത് വകുപ്പിന് വേണ്ടിയാണോ LDF സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് കടുംപിടുത്തം പിടിച്ചത്, ആ വകുപ്പ് ഭരണമാറ്റത്തിന് ശേഷം ഒഴിവാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് കേന്ദ്ര സർക്കാർ അന്ന് ഈ അനുമതി നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യം അവർ ഈ മുദ്രാവാക്യം വിളിക്കുക മാത്രമാണ് ചെയ്തത്. അതല്ലാതെ മറ്റൊരു തരത്തിലുള്ള ഗുരുതര കുറ്റകൃത്യവും ആ വിമാനത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ വകുപ്പ് ചുമത്താൻ കഴിയില്ല എന്നുള്ളതായിരുന്നു കേന്ദ്ര നിലപാട്. പക്ഷേ അന്നത് പോലീസ് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. ഇന്ന് ഭരണമാറ്റം ഉണ്ടായപ്പോൾ ഇവിടെ ഒരു U-turn സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ ഈ അന്തിമ റിപ്പോർട്ട് കോടതി അംഗീകരിക്കുക, അതിനുശേഷം ഒരു ഫൈനൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കുക എന്നുള്ള നടപടിക്രമങ്ങൾ മാത്രമേ ഇനി പൂർത്തീകരിക്കാനുള്ളൂ. ഈ വധശ്രമവും ഗൂഢാലോചനയും അടക്കമുള്ള കുറ്റങ്ങളിൽ കോടതി എന്ത് നിലപാടെടുക്കും എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിലിപ്പോൾ കോടതിയുടെ നിലപാട് എന്താകുമെന്ന ആകാംക്ഷയുണ്ട് ഹരി. ഇതിൽ KS ശബരിനാഥൻ നമുക്കറിയാം, അതുപോലെ സുദീപ് ജെയിംസ് ഇപ്പോൾ KPCC അധ്യക്ഷന്റെ കൂടെ പ്രവർത്തിക്കുന്ന, പ്രൈവറ്റ് സെക്രട്ടറിയെ പ്രവർത്തിക്കുന്നയാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായി അദ്ദേഹം മന്ത്രിയാകുമ്പോൾ മന്ത്രിയുടെ സ്റ്റാഫായിരിക്കും. ഫർസിൻ മജീദും യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്. KS ശബരിനാഥൻ സ്വാഭാവികമായും കൗൺസിലറാണ്. അങ്ങനെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ കൂടിയാണ്. ഇതിൽ ഈ കുറ്റപത്രം സമർപ്പിക്കാത്തതിൽ നേരത്തെ കോടതി വിമർശനം ഉന്നയിച്ചു.